ഹായ് കൂട്ടുകാരെ, അപ്പം ഞങ്ങളിവിടെ എടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. മോൾക്കൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം, ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ പ്രാവശ്യവും മോൾക്ക് പാട്ട് പാടാൻ ഒരു അവസരം ഉണ്ടാവലുണ്ട്. അങ്ങനെ മോൾക്കൊരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ തായമ്പകമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8:30 ആവും പ്രോഗ്രാം തുടങ്ങാനെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കമ്മിറ്റിയിൽ നിന്നൊക്കെ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനാണ് കേട്ടോ നമ്മൾ ചെല്ലണതാ. ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഇനി തായമ്പക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തൊഴുതിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ഭക്തിഗാനത്തോടു കൂടി പരിപാടി ആരംഭിച്ചു കേട്ടോ. പിന്നെ ഒരു കൊച്ചുമോളെ ഡാൻസ് ചെയ്യുന്നു കേട്ടോ. പക്ഷെ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ അമ്മ അരികിൽ നിന്ന് ഡാൻസ് കളിച്ചു കൊടുക്കണുണ്ടോ. 2-3 സ്റ്റെപ്പൊക്കെ അവൾ തെറ്റാതെ കളിച്ചു കേട്ടോ. പിന്നെ അവൾക്ക് സ്റ്റെപ്പ് തെറ്റി. പക്ഷേ അമ്മ വേറുള്ളവരൊന്നും നോക്കിയില്ല കേട്ടോ. മോളെ കളി പിഴയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പുറത്ത് നിന്ന് അങ്ങനെ കളിച്ചു കൊടുക്കട്ടെ. കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. മോളെ അടിപൊളിയാക്കി സ്റ്റേജിൽ നിന്ന് ഇറക്കണം എന്നില്ല മാത്രമേ ആ അമ്മ ചിന്തിച്ചുള്ളൂ കേട്ടോ. ഇനി ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് കേട്ടോ. ഈ ഡാൻസ് കളിക്കുന്ന ഒരു മോള് ഞങ്ങളെ വീടിൻ്റെ അടുത്തില്ലാണ്ട് നടുക്ക് നിൽക്കണ മോള്. അപ്പോൾ അവളെ വീഡിയോ ഒക്കെ നല്ല ഇതിൽ ഞാൻ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം പാട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മ്യൂട്ടാക്കിയിട്ടാണ് കേട്ടോ ഡാൻസ് ഇട്ട്. നല്ല കിടലും ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിന് മെച്ചമായിട്ടാണ് കേട്ടോ എല്ലാ മക്കളും അവതരിപ്പിച്ചത് അവിടെ. അപ്പോൾ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡാൻസ്, പിന്നെ ഒരു പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡാൻസ്, അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്കും ഒരു ചടപ്പിക്കലും ആയില്ലായിരുന്നു കേട്ടോ. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ ഭാഗം കൊടുക്കുന്നുണ്ട് കേട്ടോ. പാട്ട് ഏതാ അറിയാൻ. പിന്നെ ഒരു അമ്മയുടെ പാട്ടായിരുന്നു കേട്ടോ. അമ്മ നല്ല രീതിയിൽ പാടിയിട്ടത്. പക്ഷേ അതും തന്നെ നമുക്ക് കരോക്കല്ല കാരണം നമുക്ക് അത് പാട്ടിടാൻ പറ്റില്ല കേട്ടോ. പക്ഷേ പ്രായമൊന്നും നമ്മൾ നോക്കരുത് കേട്ടോ. പരിപാടി നടക്കുമ്പോൾ ഡാൻസ് പാട്ടിന് പ്രായപരിധി ഇല്ല. അത് നമുക്കറിയാതെ ദൈവം കനിഞ്ഞു തരുന്ന ഒരു കഴിവാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാരൊക്കെ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അടുത്തത് പിന്നെ ഒരു കൈക്കൊട്ടിക്കളിയായിരുന്നു കേട്ടോ. അത് അമ്മമാരെ കുട്ടികളും ഒക്കെ പാടെ ചേർന്നായിരുന്നു കേട്ടോ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തേൾപ്പാറ ഭാഗത്തുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൈകൊട്ടിക്കളി അറിയുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി ആണല്ലോ അല്ലേ. സൂപ്പറായിട്ട് ഡ്രസ്സിങ്ങിലായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ. പക്ഷെ നമുക്കിതൊക്കെ വീഡിയോ പാട്ടിടണമെന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോയുടെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കത് കോപ്പിറൈറ്റ് വരുന്ന കാരണം ഇടാൻ പറ്റില്ല. അടുത്തത് മോളുടെ പാട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ ഇടണ്ടേ. മോൾ ആ പാട്ടായിരുന്നു കേട്ടോ പാടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഗ്രൂപ്പ് ഡാൻസാണ് കേട്ടോ. അത് ചെറിയ മോളുടെ ഒപ്പം ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. നല്ല രസത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് പാട്ടിടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഡാൻസെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ. നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ. ശൃംഗ
പ്രോഗ്രാം ഒരു അമ്മയും മോളും കൂടി ഇല്ലേ കിഡിലും ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മയും മോളും ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അമ്മ സ്റ്റേജിന്മേൽ കയറുന്നത്. ഏതായാലും തകർത്തിറങ്ങി കേട്ടോ. പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ പോന്നു. അപ്പം തന്നെ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. പിറ്റേ ദിവസം സ്കൂളിലല്ലേ, അപ്പം ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോഴാണ് പൊരിയൊക്കെ കണ്ടത്. അപ്പോൾ കുറച്ച് പൊരിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൽക്കൂടെയൊക്കെ ഒന്ന് നടന്നു, പൊരിയൊക്കെ വാങ്ങി. പിന്നെയാണ് ഐസ്ക്രീം കണ്ടത്. അതിൽ പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി.
എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി വിട്ട് വരണമെങ്കിൽ എന്നാൽ പെട്ടിന്നു അതിരി കൂടല്ലേ കൊണ്ട് കഴിച്ചിലായി. ഷാജിയേട്ടൻ എന്നെ നോക്കൊന്നുമില്ല, ഷാജിയേട്ടൻ വണ്ടി ഇട്ട് പോവും. ഇവിടെ കരടിയൊക്കെ ഉള്ള സ്ഥലമാണ് ഷാജിയേട്ടാ. ഇങ്ങനൊരു പണി സ്കൂട്ടി തരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ ഈ കൂരിരുട്ടത്ത് എങ്ങനെ ഇവിടെ നിന്ന് ഇത്ര നേരം എന്നറിയോ നിങ്ങള്? ഏട്ടൻ പോയി പൂക്കോട്ടുംപാടം പോയി എണ്ണ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, എണ്ണയൊക്കെ കഴിഞ്ഞ് റോട്ടിലൊക്കെ നിന്ന് കുറച്ചു നേരം. കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേന് അവരാദ്യം കൊണ്ടുവന്നിട്ടോ ഏട്ടൻ. എന്നിട്ട് അവരങ്ങോട്ട് ആക്കിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനും ഏട്ടൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറേ തിരക്കൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോയത്.